ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് 2-3 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഈ ബ്രാഞ്ചിൽ നിന്ന് പൈസ അങ്ങോട്ടേക്ക് മാറ്റുന്നു, അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് എടുക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതറിയാതെ നമുക്കൊരിക്കലും ഒരു കമ്പനി ചെന്നാൽ, ഈ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനി ചെന്നാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു കമ്പനിയുടെ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ കമ്പനിക്ക് എ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചും ഉണ്ട്, അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ നടന്ന ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് ഒരു ഗുഡ്സ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തു. എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്കാണ് സാധനം വാങ്ങിയിട്ടുള്ളത്. എ ബ്രാഞ്ചിലേക്കാണ് സാധനം വാങ്ങിയത്. പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഒരു എക്സ് ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിയത്. അപ്പം എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിങ്ങളൊരു എൻട്രി പാസ് ചെയ്യും. എങ്ങനെ പാസ് ചെയ്യും? പർച്ചേസിനെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്, പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 10,000 വിചാരിക്കുക, 10,000 കാണിക്കും. ടു എക്സ് ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എക്സ് ട്രേഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. എത്ര കാണിച്ചു? 10,000 കാണിച്ചു. ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പം എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ സംബന്ധിച്ചിട്ട് ആ ബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ, അവിടെ എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് എക്സ് ട്രേഡേഴ്സിന് ഒരു 10,000 കൊടുക്കാനുണ്ട്. അങ്ങനെയാണ് ആയിട്ടുള്ളത്. ഒരു 10,000 എക്സ് ട്രേഡേഴ്സിന് എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ എക്സ് ട്രേഡേഴ്സിൻ്റെ പൈസ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കും. എക്സ് ട്രേഡേഴ്സിൻ്റെ പൈസ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ ക്യാഷ് എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെയായിരിക്കും ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? ഇത് നിർബന്ധമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ സംബന്ധിച്ച് എക്സ് ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ ആര് കൊടുത്തു? ബി കൊടുത്തു, അല്ലേ? എക്സ് ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ ബി ആണ് കൊടുത്തത്, അത് വേറൊരു ബ്രാഞ്ചാണ് കൊടുത്തത്. അപ്പം എനെ സംബന്ധിച്ച് എക്സ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലാബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ് ട്രേഡേഴ്സിനെ ഡെബിറ്റ് ചെയ്തു, 10,000 ലാബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എ ട്രേഡേഴ്സിനെ, എനെ സംബന്ധിച്ച്, എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും പോയിട്ടില്ല. ഒരു ക്യാഷും എന്ത് ചെയ്തിട്ടില്ല? പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ സംബന്ധിച്ചിട്ട് ക്യാഷിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്ത് ചെയ്യാനുണ്ട്? ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. കാരണം ഈ എക്സ് ട്രേഡേഴ്സിൻ്റെ പൈസ കൊടുത്തത് ബി ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ബിക്ക് പൈസ കൊടുക്കാനുള്ളത് പോലെയാണ് പൈസ. അതുകൊണ്ട് തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിനെ എന്ത് ചെയ്യുക? ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, 10,000 ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. അതായത് എനെ സംബന്ധിച്ച് ബിക്ക് പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ലാബിലിറ്റി ആണ് ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പം എക്സ് ട്രേഡേഴ്സിനെ ഡെബിറ്റ് ചെയ്തു, ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. ഇതാണ് എയിൽ വരുന്ന എൻട്രി എങ്കിൽ, ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ സംബന്ധിച്ചിട്ട് എ കൊടുക്കാനുള്ള പൈസ, എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് കൊടുക്കാനുള്ള പൈസ ബി ആണ് കൊടുത്തത്. അപ്പോൾ ആ പൈസ ആരുടെ നിന്ന് കിട്ടണം? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അടുത്ത് നിന്ന് ആർക്ക് കിട്ടാനുണ്ട്? ബിക്ക് കിട്ടാനുള്ളത് പോലെയാണ്. അതായത് ഈ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സിൽ നമ്മൾ എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. അതായത് എ എന്ത് തരാനുള്ളത് പോലെയാണ്? ഈ എക്സിന് കൊടുത്ത പൈസ എ ആർക്ക് തരണം? ബിക്ക് തരാനുള്ളത് പോലെയാണ്. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്തു. ടു എന്ത് കാണിക്കുന്നു? ക്യാഷാണ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷാണ് കൊടുത്തത്. അപ്പോൾ ക്യാഷ്
ആർക്ക് കൊടുത്ത പോലെ ബി കാണിക്കുന്നത്? എക്ക് കൊടുത്ത പോലെയാണ്, അല്ലാതെ എക്സിന് കൊടുത്ത പോലെയല്ല. കാരണം എക്സുമായിട്ട് ആർക്കും ഒരു ട്രാൻസാക്ഷനും ഇല്ല, ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് ട്രാൻസാക്ഷൻ ഇല്ല. കാരണം എ ആണ് എക്സിന് പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എങ്ങനെ ട്രാൻസാക്ഷൻ വരും? എക്സ് ട്രേഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക, ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുക. ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എങ്ങനെ കാണിക്കും? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു ട്രാൻസാക്ഷൻ കൂടി നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്തതായിട്ട് ബി എന്ന് പറഞ്ഞ ബ്രാഞ്ച്, ഇത് ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്ന് ഒരു സാധനം വിൽക്കുകയാണ്. അതായത് സെയിൽ ചെയ്യുന്നു, സോൾഡ് ഗുഡ്സ് ടു ആർക്കാണ്? ഒരു PQR എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്ത് ചെയ്തു? ഒരു 5000-ന് സാധനം ആര് സെയിൽ ചെയ്തു? ബി സെയിൽ ചെയ്തിട്ടുണ്ട്. PQR ബിക്ക് പൈസ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PQR ഈ 5000 ട്രാൻസ്ഫർ ചെയ്തത് എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്കാണ്. അതായത് പൈസ പോയത് എങ്ങോട്ടേക്കാണ്? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനാണ് പൈസ കൊടുത്തത്. ശരിക്കും PQR പൈസ കൊടുക്കേണ്ടത് ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനാണ്, പക്ഷെ പൈസ കൊടുത്തത് അവരുടെ തന്നെ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്കാണ് പൈസ വന്നിട്ടുള്ളത്. ഇപ്പം എങ്ങനെയായിരിക്കും? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എങ്ങനെ ട്രാൻസാക്ഷൻ പാസ് ചെയ്യാം, ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എങ്ങനെ ട്രാൻസാക്ഷൻ പാസ് ചെയ്യാം? ഇപ്പം നമ്മൾ ഈ ഒരു സെയിൽ നടക്കുമ്പോൾ, സാധനം നമ്മൾ സെയിൽ ചെയ്യുമ്പം ഇവിടെ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ PQR അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും 5000, എന്നിട്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും 5000. ഇങ്ങനെയാണ് ഇട്ടത്. അതായത് PQR ബിക്ക് പൈസ കൊടുക്കാനുള്ളത് പോലെ. പക്ഷെ ആ പൈസ കൊടുത്തത് ആർക്കാണ്? എക്കാണ് കൊടുത്തത്. അപ്പോൾ എ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഈ പൈസ 5000 PQR ബിക്ക് കൊടുക്കേണ്ട പൈസ എയുടെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്യാഷാണ് കിട്ടിയതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ എയിൽ ഡെബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബി അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നു? ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. എത്ര? 5000. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ PQRനെ കാണിക്കേണ്ട ആവശ്യമില്ല. PQR പക്ഷെ പൈസ കൊടുത്തത് എക്കാണ്. ഈ പൈസ ആർക്ക് കൊടുക്കണം? എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ബിക്ക് കൊടുക്കേണ്ട പൈസയാണ്. കാരണം ബിയുടെ പൈസയാണ് അയാളുടെ കയ്യിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് കൊടുക്കാനുള്ളതായിട്ട് ലയബിലിറ്റി ആയിട്ട് ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് കിട്ടിയത് കൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോ PQR തരാനുള്ള പൈസ തന്നു, പക്ഷെ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. ആരുടെ കയ്യിലാണ് പൈസ ഉള്ളത്? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് പൈസ ഉള്ളത്. അപ്പം ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു 5000, എന്നിട്ട് ആര് തരാനുള്ള പൈസ തന്നു? PQR തരാനുള്ള പൈസ തന്നിട്ടുണ്ട്. അപ്പം PQR എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. എത്ര? 5000. അപ്പോൾ PQR തരാനുള്ള പൈസ തന്നു, പക്ഷെ പൈസ ആരെ കയ്യിലുള്ളത്? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അടുത്ത് കിട്ടാനുണ്ട്. അസറ്റ് കൂടിയതുപോലെയാണ്. എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് പൈസ നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് എന്ത് ചെയ്ത് കാണിച്ചു? ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്ന് ബിക്ക് ഒരു ക്യാഷിനൊരു ആവശ്യം വന്നു വിചാരിക്കുക. ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് എന്ത് വന്നു? ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് ക്യാഷിനൊരു ആവശ്യം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ആര് വാങ്ങി? ബി വാങ്ങി. അപ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി ഇടും? ബിയിലേക്ക് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഒരു 50,000 വാങ്ങിയെന്ന് വിചാരിക്കുക. എന്നിട്ട് ക്യാഷ് ബിയിലേക്ക് വന്നു. ആര് തന്നു? എ തന്നു. അപ്പം എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് നമ്മൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക, 5000 കാണിക്കുക. കാരണം ബിയിലേക്ക് പൈസ ക്യാഷ് ആയിട്ട് വന്നു. ആര് തന്നു? എ തന്നു. ആ പൈസ ബി ആർക്ക് കൊടുക്കേണ്ടതാണ്? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോ ബിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? ബി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു 50,000, എന്നിട്ട് ക്യാഷ് ഓർ ചെക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു 50,000. അതായത് എക്ക് എന്ത് തരാനുള്ളത് പോലെ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്ന് പൈസ ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളത് പോലെ ആയിട്ട് വന്നു. ക്യാഷ് പോയിട്ടുണ്ട് ബിയിലേക്ക്, ആ പൈസ ആര് തരാറുണ്ട്? ബി എന്ന് പറഞ്ഞ ബ്രാഞ്ച് തരാനുള്ളത് പോലെ. ഇനി ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിലുള്ള ഒരു സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കുന്നത് എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നാണെന്ന് വിചാരിക്കുക. അതായത് ബിയിലുള്ള സ്റ്റാഫാണ് സാലറി കൊടുക്കുന്നത് എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നാണ് പൈസ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴും എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഒരു 5,000 സാലറിയെങ്കിൽ 5,000 കാണിച്ച്, എന്നിട്ട്
ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു 5,000. അതായത് ആ പൈസ ആര് തരാനുണ്ട്? എക്ക് ബി തരാനുണ്ട്. കാരണം ബിൻ്റെ സ്റ്റാഫിൻ്റെ സാലറിയാണ് ആര് കൊടുത്തത്? എ കൊടുത്തത്. അപ്പം ബി എന്ന് പറഞ്ഞ ബ്രാഞ്ച് പൈസ തരാനുള്ളത് പോലെയായി, ക്യാഷ് ആർക്ക് കൊടുത്ത പോലെയായി? ബിക്ക് കൊടുത്ത പോലെയായി. ഓക്കെ, അപ്പം ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോ സാലറി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? സാലറീനെ നമുക്ക് എന്ത് ചെയ്യുന്നു? സാലറീനെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, 5,000 ആയിട്ട് കാണിച്ചു. പക്ഷേ ഈ 5,000 ക്യാഷ് ബിയുടെ കയ്യിൽ നിന്നല്ല പോയത്, പൈസ കൊടുത്തത് എ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എത്ര കാണിച്ചു? 5,000 കാണിച്ചു. കാരണം പൈസ ആരാ കൊടുത്തത്? എ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പൈസ കൊടുത്തിട്ടുള്ളത്. എൻ്റെ അക്കൗണ്ടിലേക്ക് അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്ന് ആർക്ക് പൈസ കൊടുക്കാനുള്ളത് പോലെയായി? എക്ക് പൈസ കൊടുക്കാനുണ്ട്. കാരണം ബിൻ്റെ സ്റ്റാഫിൻ്റെ സാലറി കൊടുത്തത് ആരാണ്? എ ആണ് കൊടുത്തത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും ഓരോ എൻറ്റിറ്റി തന്നെയാണ്. ഓരോ കമ്പനിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണണം. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തൊരാൾക്ക് പൈസ കൊടുക്കുന്ന ആ രീതി തന്നെ നിങ്ങൾ ബ്രാഞ്ചസിനെ, നിങ്ങളുടെ കമ്പനിയുടെ ഓരോരോ ബ്രാഞ്ചസിനെയും നിങ്ങൾ എന്ത് ചെയ്ത് കാണിക്കണം? ട്രീറ്റ് ചെയ്ത് കാണിക്കണം. ഇത് എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുറേ ബ്രാഞ്ചുകൾ വരുമ്പോൾ ട്രാൻസാക്ഷൻ ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ളത്, ഒരു ബ്രാഞ്ചിൽ നിന്ന് കിട്ടാനുള്ള പൈസയും ആ ബ്രാഞ്ചിന് കൊടുക്കാനുള്ള പൈസയും ഒക്കെ കൺഫ്യൂഷൻ ആയിപ്പോവും. കറക്റ്റായിട്ട് എൻട്രി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറാതെ ശ്രദ്ധിച്ച് എൻട്രി പാസ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.